അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു സലാത്ത് വലിയ മഹത്വമുള്ള ഒരു സലാത്താണ്. അല്ലാഹ് ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന ഒരു സലാത്താണ്. സലാത്ത് കൊണ്ട് തുറക്കപ്പെടാത്ത വാതിലുകളില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെടുന്ന ഒരു സലാത്താണ്. കാരണം പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ആനന്ദത്തിന്റെയും ഉല്ലാസ തിരമാലകളുടെയും റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരാൻ തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ സലാത്ത് കൊണ്ട് നമ്മുടെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുന്നതാണ്. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അതുപോലെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. ഒരു മഹത്തായ സലാത്താണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സലാത്ത് നിങ്ങൾ രാത്രി ഒരു വട്ടം ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരം വെളുക്കുമ്പോൾ പടച്ചവൻ സന്തോഷങ്ങളുടെ വാർത്തകൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അനുഗ്രഹങ്ങളുടെ വാർത്തകൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിൽ സലാത്ത് ചൊല്ലണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മൗലിദ് ശരീഫ് നമ്മൾ പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ശരീഫ് വീട്ടിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു മുസീബത്തുകൾ തട്ടി നീക്കുന്നതാണ്. രോഗങ്ങൾ അല്ലാഹു തട്ടി നീക്കുന്നതാണ്. ഇടങ്ങേറുകൾ അല്ലാഹു തട്ടി നീക്കുന്നതാണ്. അനുഗ്രഹങ്ങളുടെ വഴികൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ മൗലിദ് നമ്മുടെ ഭവനത്തിൽ നമ്മൾ പാരായണം ചെയ്യണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ, അതിനാൽ മുസീബത്ത് നീങ്ങുന്നതാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലലും മൗലിദ് പാരായണം നടത്തലും മുത്തനബിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നമ്മെക്കുറിച്ചുള്ള ചിന്തയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരാനും ജീവിതത്തിൽ വെളിച്ചമുണ്ടാകാനും അതൊരു കാരണമായി മാറുന്നതാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ലോകമറിയപ്പെട്ട ആലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ധാരാളം സലാത്ത് ചൊല്ലുകയും റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കുകയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ അവർ റസൂലുള്ളാഹിനെ മുറുകെ പിടിച്ച് ജീവിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അവർ ലോകത്ത് എത്രയോ വർഷങ്ങളായി ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാലും അവരെ കുറിച്ച് പറയപ്പെടുകയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇമാം നബവി റഹിമഹുല്ലാഹ് ലോക പ്രശസ്ത പണ്ഡിതനാണ്. ധാരാളം കിതാബുകൾ രചിച്ച മനുഷ്യനാണ്. കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കിലുള്ള എണ്ണ തീർന്ന് വിളക്കണഞ്ഞുപോയി. വിളക്കിലുള്ള എണ്ണ തീർന്നിട്ട് വിളക്ക് അണഞ്ഞുപോയി. വിളക്കണഞ്ഞു പോയപ്പോൾ മഹാനവറുകൾക്ക് വല്ലാത്ത വശമായി. പടച്ചവനെ, ബാക്കി ഞാൻ എങ്ങനെയാണ് എഴുതി തീർക്കുന്നത്? അല്ലാഹുവേ, ഞാൻ എങ്ങനെ ഈ രാത്രി എഴുതി തീർക്കും? പിന്നെയും ഗ്രന്ഥങ്ങൾ എഴുതാനുണ്ടല്ലോ റബ്ബേ. വലിയ വിഷമത്തിൽ മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ കറാമത്ത് കൊണ്ട് തന്റെ വിരൽ പ്രകാശിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആ റൂം മുഴുവനും വെട്ടം വരുകയാണ്. നബി റഹ്മത്തുള്ളാഹിയുടെ വിരൽ പ്രകാശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർക്ക് നൽകിയ കറാമത്ത് കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് മുത്തനബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകപ്പെടുകയാണ്. ഇതേ അനുഭവം ഇമാം റാഫിഈ റഹിമഹുല്ലാഹ് മഹാനവറുകൾക്കും ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രശസ്തനായ ലോകപ്രശസ്തനായ പണ്ഡിതനാണ് ഇമാം റാഫിഈ റഹിമഹുല്ലാഹ്. മഹാനവറുകൾ മുന്തിരി വള്ളിയുടെ ചോട്ടിൽ നിന്ന് ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് വിളക്കിലുള്ള എണ്ണ തീർന്നുപോയി. സഹോദരങ്ങളെ, വിളക്കങ്ങ് അണഞ്ഞുപോയി. മഹാനവറുകൾ ഇങ്ങനെ വല്ലാതെ വിഷമത്തിലിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിരി വള്ളിക്കകത്തുള്ള മുന്തിരി കനികൾ ഓരോന്നും
അത് പ്രകാശിക്കുകയാണ്. മഹാനവറുകൾ അങ്ങനെ ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ കിതാബ് എഴുതി പൂർത്തിയാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് എത്രത്തോളം സലാത്ത് നിങ്ങൾ ചെല്ലാമോ അത്രത്തോളം സലാത്ത് നിങ്ങൾ ചൊല്ലുക. അല്ലാഹു നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരുന്നതാണ്. ഭവനമില്ലാത്തവരുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ മേൽ ഈ സലാത്ത് ചൊല്ലി ദുആ ചെയ്യുക. മക്കളില്ലാത്തവരുണ്ടെങ്കിൽ കടമുള്ളവരുണ്ടെങ്കിലൊക്കെ ഈ സലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. സലാത്ത് ചൊല്ലിയാൽ നമുക്ക് മുത്തുനബിയുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നമുക്ക് പിടിച്ചു പറ്റാൻ പറ്റും. സലാത്ത് എന്ന് പറയുന്നത് മറ്റ് ആരാധനകളെ പോലെയല്ല. പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. നമുക്കറിയാം, നമ്മയൊക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹു റസൂലിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. പക്ഷേ മനുഷ്യർ ചൊല്ലുന്ന രീതിക്കല്ല അല്ലാഹു സലാത്ത് ചൊല്ലുന്നത്. വ്യത്യസ്തമായ രീതിക്കാണ് മലക്കുകൾ സലാത്ത് ചൊല്ലുന്നുണ്ട്, മനുഷ്യർ സലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റസൂലുള്ളാഹിന്റെ മേൽ എത്രത്തോളം സലാത്ത് ചെല്ലാൻ കഴിയുമോ അത്രത്തോളം സലാത്ത് ചെല്ലുക. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ഈ സലാത്ത് നിങ്ങൾ രാത്രി തഹജ്ജുദിന്റെ നേരത്ത് ഒരു വട്ടം ചൊല്ലിയാൽ ധാരാളം ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. കൂടുതൽ ചൊല്ലിയാൽ കൂടുതൽ അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. എത്രത്തോളം സലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം സലാത്ത് നിങ്ങൾ ചൊല്ലിക്കോ. ഈ മഹത്തായ സലാത്ത് അല്ലാഹു വലിയ വിജയങ്ങൾക്ക് ഒരു കാരണമാക്കുന്നതാണ്. സലാത്ത് ഞാനെന്ന് ചൊല്ലിത്തരാം. അല്ലാഹുമ്മ സല്ലി അലാ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വതിരിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദനാ മുഹമ്മദിൽ മുഖ്താർ വഅലിഹിൽ അത്ഹാർ വസഹാബിഹിൽ അഗ്യാർ അദദ നിഅമില്ലാഹ് വഇഫ്ളാലിഹി. ഈ മഹത്തായ സലാത്ത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചൊല്ലി നോക്കുക. അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. ഈ സലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. അനുഗ്രഹങ്ങളുടെ വഴികൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا رب ربنا كما ربنا صغارا. അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. റബ്ബേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, നീ അവർക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീഴണേ അല്ലാഹ്. ഭവനമില്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ജീവിതത്തിൽ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ തൊഴിലിലും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وسلم على جميع الأنبياء والمرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.